ഹലോ ഡിയർ സ്റ്റുഡൻസ്, കോമക്സ് ട്യൂട്ടോറിയലിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ മുതൽ നമ്മൾ പുതിയൊരു സബ്ജക്റ്റാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്. ബികോം BBA വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തേർഡ് സെമസ്റ്ററിൽ പഠിക്കേണ്ട ഒരു പ്രോബ്ലം പേപ്പറാണ് ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ ഒരു BNMൽ 5 മൊഡ്യൂളുകളാണുള്ളത്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ, സെക്കൻഡ് മെട്രിക്സ്, തേർഡ് മൊഡ്യൂൾ പ്രോഗ്രഷൻ, ആൻഡ് ഫോർത്ത് ഇൻട്രസ്റ്റ് ആൻഡ് ടൈം വാല്യൂ, ആൻഡ് ഫിഫ്ത്ത് മൊഡ്യൂൾ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. സിലബസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ബികോം BBAയുടെ ബേസിക് ന്യൂമറിക്കൽ മെത്തേഡ്. അതിൽ ഫസ്റ്റ് മൊഡ്യൂൾ ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷൻ ആണ് നമ്മൾ ഈ വീഡിയോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. തുടർന്ന് അങ്ങോട്ടുള്ള മൊഡ്യൂൾസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മൊഡ്യൂളാണ് ഇത് ഫസ്റ്റ് മൊഡ്യൂൾ, ന്യൂമറിക്കൽ എക്സ്പ്രഷൻ ആൻഡ് ഇക്വേഷന്. അപ്പോൾ ഇതിൽ സൈമൾട്ടേനിയസ് ലീനിയർ ഇക്വേഷൻ അപ് ടു 3 വേരിയബിൾസ് ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഇൻ 1 വേരിയബിൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മൊഡ്യൂൾ പഠിക്കുന്നത്. ഈ ഒരു സബ്ജക്റ്റ് പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് തന്നെ പ്രോബ്ലത്തിനാണ് മെയിൻ ഇമ്പോർട്ടൻ്റ് കൊടുത്തിട്ടുള്ളത്. ഇനി തിയറിറ്റിക്കലായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് അത് നമ്മൾ ഒരു വീഡിയോയിൽ എല്ലാ എക്സ്പെക്റ്റഡ് തിയറി ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും പ്രോബ്ലം ചെയ്തിട്ടാണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. തിയറി ഓഫ് ഇക്വേഷൻ എന്താണ്? ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വാലിറ്റി ബിറ്റ്വീൻ 2 എക്സ്പ്രഷൻ. 2 എക്സ്പ്രഷൻസ്, 2 പദപ്രയോഗങ്ങൾ തമ്മിൽ അവയെ എന്ത് ചെയ്യുന്നു? ഈക്വലാക്കി കൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇക്വേഷൻ എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ x+2 = 5. ഓക്കെ, അപ്പോൾ 5 എന്നുള്ളത് ഒരു എക്സ്പ്രഷനാണ്, x+2 എന്നുള്ളത് മറ്റൊരു എക്സ്പ്രഷനാണ്. അപ്പോൾ x+2 എന്നുള്ളത് 5ന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ 2 എക്സ്പ്രഷനെ ഈക്വലാക്കിക്കൊണ്ട് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇക്വേഷന്. ആൻഡ് ഇക്വേഷൻ കണ്ടെയ്ൻ 1 or more unknowns. അപ്പോൾ ഒരു ഇക്വേഷനിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ അൺനോൺ വേരിയബിൾ ഉണ്ടാകാം, അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കാം. 2x + 3 = 7. അപ്പോൾ ഇതിൽ 3 നമുക്കറിയാം, 7 അതിൻ്റെ വാല്യൂ അറിയാം, 2 ആൻഡ് എക്സിൻ്റെ വാല്യൂ അറിയില്ല. ഓക്കെ, അപ്പോൾ അതിൽ എന്താണ്? ഒരു 1 വേരിയബിൾ എന്താണ്? അൺനോൺ ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഇക്വേഷനിൽ ഒന്നോ അല്ലെങ്കിൽ ഒന്നിലധികമോ അൺനോൺസ് വേരിയബിൾ ഉണ്ടാകാം. ഓക്കെ, അപ്പോൾ ടൈപ്പ് ഓഫ് ഇക്വേഷന് അതിൽ ഫസ്റ്റ് വൺ ആണ് ലീനിയർ ഇക്വേഷൻ. ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇക്വേഷൻ വെൻ 1 വേരിയബിൾ ഈസ് അൺനോൺ. അപ്പോൾ ഒരു വേരിയബിൾ എന്താണ്? അൺനോൺ ആയിട്ടുള്ള ഇക്വേഷനാണ് ലീനിയർ ഇക്വേഷന്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് തന്നെയാണ് 2x + 3 = 7. ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലംസ് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ എല്ലാ പ്രോബ്ലംസും അങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയപരിമിതി ഉണ്ട്. അപ്പോൾ ഒരു മോഡലിൽ 1-2 പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യും. ഓക്കെ, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? അത് ചെയ്ത് പഠിക്കുക, ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ ഈ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളത് കാര്യം ഒന്ന് ഓർമ്മിച്ചെടുക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയുകയാണ്. a + b = c എന്നൊരു ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ a = എന്ന് എഴുതുമ്പോൾ എന്താ എഴുതുക? c - b എന്നാണ് എഴുതുക, അല്ലേ? അപ്പോൾ ഈ +b സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി മാറും? മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ദെൻ a - b = c എന്ന ഫോർമുലയിൽ a = c + b എന്നാണ് വരിക, അല്ലേ? ഈ -b സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? +b ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? a = c + b എന്ന് എഴുതാം. ഇനി മറ്റൊരു ഇക്വേഷൻ a/b = c എന്നുള്ള ഇക്വേഷനിൽ a = നമുക്ക് എങ്ങനെ എഴുതാം? c × b എന്ന് എഴുതാം. അപ്പോൾ ഈ ഹരിക്കണം എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഗുണിക്കണം എന്നുള്ളതായിട്ട് മാറും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഫോർമുല ab = c എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ a നമുക്ക് എങ്ങനെ എഴുതാം? a = c/b. ഇവിടെ ഗുണിക്കണം എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറി? ഹരിക്കണം എന്നതായിട്ട്, ഡിവിഷനായിട്ട് മാറി. ഓക്കെ, അപ്പോൾ ഈ ഒരു റൂള് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി നമുക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. 2x + 3 = 7. അപ്പോൾ ഇതിൽ അൺനോൺ ആയിട്ടുള്ളത് ഏതാണ്? 2x ആണ്. എക്സിനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ 2x എന്നുള്ളത് അവിടെ തന്നെ ഇരിക്കുക, അല്ലേ? അവിടെ തന്നെ നിർത്താം. ഇനി ഈ 3 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുപോകുന്നു, അല്ലേ? അപ്പോൾ 7 -
പ്ലസ് 3 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? -3 ആയിട്ട് മാറും. സോ 2x = 4. അപ്പോൾ ഇങ്ങനെ എഴുതാം, x = അല്ലേ, ഈ ഗുണിക്കണം എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഹരിക്കണം എന്നുള്ളതാകും. അപ്പോൾ 4/2 = എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 2. സിമ്പിൾ അല്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു പ്രോബ്ലം നോക്കാം. സോൾവ് 3x + 4x = 35. അപ്പോൾ 3x + 4x = 35. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? അപ്പോൾ ഇവിടെ നമുക്ക് ഈ 3x + 4x എന്നുള്ളത് ആദ്യം എന്ത് ചെയ്യാം? അതിനെ 7x എന്ന് എഴുതാം അല്ലേ. ഇത് രണ്ടും കൂട്ടുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂട്ടി എഴുതാം, ഗുണിക്കുന്നതാണെങ്കിൽ ഗുണിച്ച് എഴുതാം. രണ്ടും എക്സിൻ്റെ വാല്യൂ അല്ലേ തന്നിട്ടുള്ളത്, എക്സ് ഉള്ള വാല്യൂ അല്ലേ തന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 7x = 35 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ക്ലിയർ അല്ലേ? അപ്പോൾ എക്സ് രണ്ടിലും എക്സ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? അത് ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ 3x + 4x = 7x = 35. ഇനി x = എങ്ങനെ എഴുതാം? ഇവിടെ എന്താണ്? എക്സിനെ നമുക്ക് കണ്ടെത്തേണ്ടത് അല്ലേ. അപ്പോൾ ഈ എക്സിൻ്റെ കൂടെയുള്ള 7, അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അത് എങ്ങോട്ട് പോകും? സമത്തിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ 35 / 7 = എക്സിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറി? എക്സിൻ്റെ വാല്യൂ 5. ക്ലിയർ അല്ലേ? സിമ്പിൾ. ഇനി കുറച്ചും കൂടി ലോങ് ആയിട്ടുള്ളൊരു ഫോർമുല എടുക്കാം. സോൾവ് 4 × x - 2 + 4 × x - 3 - 25 = x + 8. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് തന്നിട്ടുണ്ട്. നമുക്ക് ബോർഡ് മാസ് റൂൾ അറിയാം അല്ലേ. അപ്പോൾ ബ്രാക്കറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ആ ബ്രാക്കറ്റ് ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ 4 × x എത്രയാണ്? 4x -4 × 2, ഇവിടെ മൈനസ് ആണ് ചിഹ്നം, അപ്പോൾ -2 -8 അല്ലേ. ക്ലിയർ അല്ലേ? ഓക്കെ, ദെൻ പ്ലസ്, ഇവിടെ പ്ലസിൻ്റെ ചിഹ്നം. 5 × x 5x -5 × 3 എത്ര വരിക? -15. ദെൻ 25 അവിടെ തന്നെ ഉണ്ട്, അതിനൊന്നും ചെയ്യേണ്ട. ദെൻ x + 8. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ബ്രാക്കറ്റ് ഒഴിവാക്കി. ഇനി എക്സിനൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ നോക്കാം, സമത്തിൻ്റെ പുറത്ത് കൊണ്ടുവരാം എല്ലാ എക്സിനെയും. 4x അവിടെ തന്നെ ഉണ്ട്. ഇവിടെ 5x ആണ്. അപ്പോൾ 5xൻ്റെ ചിഹ്നം ഏതാണ്? പ്ലസ് ആണ് അല്ലേ. അപ്പോൾ +5x. ഓക്കെ, ദെൻ ഇവിടെ വേറെ എക്സ് ഇവിടെ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ എക്സിൻ്റെ ചിഹ്നം ഏതാണ്? പ്ലസ് ആണ്. അപ്പോൾ അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി? -x ആയി മാറി. ഓക്കെ, = ഇനി എക്സ് ഒന്നുമില്ല അല്ലേ. ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഉള്ളതിനെ ലെഫ്റ്റുള്ളതിനെ നമ്മൾ സമത്തിന് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ ഇവിടെ 8 അവിടെ തന്നെ കിടക്കുന്നുണ്ട്. 8 + 8. ഓക്കെ, പ്ലസ് എഴുതുന്നില്ല. ഇവിടെ -8 ആണ്. ഈ -8ന് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും? +8 ആയി മാറി. ദെൻ ഈ -15 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എത്രയായി? +15 ആയി. ദെൻ -25 എന്നുള്ളത് സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ +25 ആയി. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 4x + 5x - x = 8 + 8 + 15 + 25. അപ്പോൾ ഈ 4x + 5x - x എത്രയാണ്? 4x + 5x 9x - x എന്ന് പറയുമ്പോൾ 9xൽ നിന്ന് ഒരു x കുറച്ച് കഴിഞ്ഞാൽ 8x കിട്ടും. ഓക്കെ, 8x = 8 + 8 16 + 40 എത്രയായി വന്നു? 56. ഓക്കെ, അപ്പോൾ 8x = 56. ദെൻ എക്സിൻ്റെ വാല്യൂ കണ്ടുകൂടെ? എക്സിൻ്റെ വാല്യൂ 56 / ഈ ഗുണിക്കണം എന്നുള്ളത് അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറി? ഹരിക്കണം എന്നുള്ളതായി. അപ്പോൾ എത്രയായി? ആൻസർ എത്ര കിട്ടുക? 7. ഓക്കെ, സിമ്പിൾ അല്ലേ? ക്ലിയർ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യന് നിങ്ങൾ ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്ന് നോക്കാം. എന്നിട്ട് പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? അത് കണ്ടിന്യൂ ചെയ്തിട്ട് വീഡിയോ കാണുക. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രാക്കറ്റ് ഒന്നുമില്ല, നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഒക്കെ ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ എക്സിനെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ 7x. ഓക്കെ, ദെൻ സമത്തിനപ്പുറത്ത് നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ 3x ഉണ്ട്, 3x. ദെൻ ഇവിടെ പ്ലസ് സമത്തിനപ്പുറത്ത് +6x ആണ്. അപ്പോൾ അതിനപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ -6x. ഓക്കെ, ഇനി x ഒന്നുമില്ല. ഇനി നമുക്ക് മറ്റു സംഖ്യ എഴുതാം. ഇവിടെ സമത്തിൻ്റെ അപ്പുറത്തുള്ളത് ആദ്യം എഴുതുന്നു. 7
-19. ഇനി ഇപ്പോൾ നോക്കുക, സമത്തിൻ്റെ അപ്പുറത്ത് നോക്കുക, ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ -21 ആണ്. അത് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി മാറി? +21 ആയി. ഇവിടെ +13 ഉണ്ട്, അത് അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ എന്തായി മാറി? -13 ആയി മാറി. ഓക്കെ, ഇനി നോക്കുക, ഇതൊന്ന് സോൾവ് ചെയ്യാം. -7x 7x - 3x. അപ്പോൾ എത്രയാണ്? 7x നിന്ന് 3x പോയി കഴിഞ്ഞാൽ 4x -6x. ഇങ്ങനെ എഴുതാൻ കാരണമുണ്ട്, പറയാം. ദെൻ 7 - 19 + 21 - 23. ഇത് നമുക്ക് എത്ര കിട്ടും? ആൻസർ -4 കിട്ടും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, 4x - 6x അല്ലേ? അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സംഖ്യയിൽ നിന്ന് മറ്റു സംഖ്യ കുറക്കുമ്പോൾ എന്താ പറയുക, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടാം. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. എന്താ പറഞ്ഞത്? വലുതിൽ നിന്ന്, വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറച്ചിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം ഇടാം. വലിയ സംഖ്യ ഏതാണ്? 6 ആണ് അല്ലേ? അപ്പോൾ 6ൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ -6, 6ൽ നിന്ന് 4 കുറക്കുന്നു, എന്നിട്ട് വലിയ സംഖ്യയുടെ ചിഹ്നം എഴുതുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 - 4 = -2x = -4. ഓക്കെ, ദെൻ x = 4/2 ആൻസർ എത്ര വരിക? 2 ആണ് വരിക. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7x + 4 / x + 2 = -4/3. അപ്പോൾ ഇതിൽ എക്സിൻ്റെ വാല്യൂ ഇങ്ങനെ കാണാം. ഇവിടെ നോക്കുക, ഇങ്ങനെ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം അല്ലേ? ഇപ്പോൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം ഈ ഫോമുലയെ നമ്മൾ ഈ ഡിവിഷൻ എന്ന് ഒഴിവാക്കിയിട്ട് അതിനെന്ത് ചെയ്യുന്നു? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3 × 7x + 4 ഓക്കെ = -4x -4 × x + 2. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രാക്കറ്റ് ഒഴിവാക്കുകയാണ്. അപ്പോൾ ബ്രാക്കറ്റ് ഒഴിവാക്കുമ്പോൾ 3 × 7x എത്രയാണ്? 21x + 3 × 4 12 = -4x 4 × x എത്രയാണ്? -4x + -4 × 2 -8 എന്ന് എഴുതാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി എക്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ എക്സിനൊക്കെ ഒരു ഭാഗത്ത് കൊണ്ടുവരാം. അപ്പോൾ 21x ഇവിടെ -4x ഇങ്ങോട്ട് വരുമ്പോൾ സമത്തിൻ്റെ അപ്പുറത്ത് കൊണ്ടുവരുമ്പോൾ എന്തായി മാറും? 4x + x പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ +4x = ഇവിടെ 8ൻ്റെ സൈൻ ഏതാണ്? 8ൻ്റേത് -8 ആണ് അല്ലേ? മൈനസ് ആണ് സൈൻ. അപ്പോൾ -8. ഇവിടെ +12 എന്നുള്ളത് അങ്ങോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? -12 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, 21x + 4x എത്രയാണ്? 25x = -8 - 12. ഇപ്പോൾ -8 - 12 എത്ര വരിക? -20 വരിക. അപ്പോൾ മൈനസ് വരുമ്പോൾ അത് പ്ലസ് ചെയ്യണം അല്ലേ? ആൻസർ -20 വരുന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? x = -20/25 എഴുതാം. ഓക്കെ, ഇനി അതിന് വേണമെങ്കിൽ വീണ്ടും എന്ത് ചെയ്യാം? ഒന്ന് ചെറുതാക്കാം. നെക്സ്റ്റ്, ഫൈൻഡ് 2 നമ്പർ ഹൂ സം ഈസ് 30 ആൻഡ് ഡിഫറൻസ് ഈസ് 4. ഇനി എക്സാമിന് ഇങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻസ് ചോദിക്കും. അങ്ങനെ ഡയറക്റ്റ് ഈ ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ തന്നിട്ട് അത് സോൾവ് ചെയ്യാനല്ല ചിലപ്പോൾ ചോദിക്കാം. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ ഒരു ക്വസ്റ്റ്യൻ തരും. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തുണ്ടാക്കണം? ഒരു ഫോർമുല അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ആദ്യം ഉണ്ടാക്കണം. അപ്പോൾ ഇവിടെ നോക്കാം, ഫൈൻഡ് 2 നമ്പേഴ്സ്. 2 നമ്പറാണ് കണ്ടെത്താൻ പറ്റുള്ളത്. ആ 2 നമ്പറിൻ്റെ വാല്യൂ എന്നുള്ളത് സം, അതൊരു ടോട്ടൽ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര കിട്ടും? 30 കിട്ടും. ആൻഡ് ദ ഡിഫറൻസ് ഈസ്, അത് രണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയാണ് ഡിഫറൻസ്? ഒരു സംഖ്യയിൽ നിന്ന് മറ്റു സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടാം? 4 ആണ് ആൻസർ കിട്ടാം. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ആദ്യം ഫോർമുലയിലേക്ക് എഴുതാം. ആദ്യം നമ്പർ എക്സ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഒരു നമ്പർ എന്താണ്? എക്സ്. അപ്പോൾ മറ്റേ നമ്പർ ഏതാകും? അനദർ നമ്പർ ഏതാകും? 30 - x ആകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഖ്യയിൽ നിന്ന് അല്ല 2 നമ്പറാണ്. അപ്പോൾ 2ൻ്റെ ടോട്ടൽ എത്രയാണ്? 30 ആണ് വരിക. അപ്പോൾ ഒരു സംഖ്യ എക്സ് ആണെങ്കിൽ മറ്റേത് 30ൽ നിന്ന് എക്സ് കുറച്ചത് അതാണ് അല്ലേ? ക്ലിയർ അല്ലേ?
ഇപ്പോൾ 2 സംഖ്യ കിട്ടി. ഇനി ഈ 2 സംഖ്യകൾ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ചാൽ ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടുക? 4 കിട്ടുക. അപ്പോൾ നോക്കുക, അപ്പോൾ ഇതെങ്ങനെ എഴുതാം നമ്മൾ? ഒരു സംഖ്യ എന്നുള്ളത് ഏതാണ്? 30 മൈനസ് എക്സ് എന്നുള്ളത് ഒരു സംഖ്യയാണ്. ഓക്കെ, മൈനസ് എക്സ് അല്ലേ, മറ്റേ സംഖ്യ ഏതാണ്? എക്സ് ആണ്. അപ്പോൾ ഒരു സംഖ്യയിൽ നിന്ന് മറ്റേ സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ, അപ്പോൾ 30 മൈനസ് എക്സ് എന്നുള്ള സംഖ്യയിൽ നിന്ന് എക്സ് എന്ന സംഖ്യ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും? 4 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊരു സംഖ്യ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? 2 സംഖ്യയാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ എക്സിനൊരു ഭാഗം നിർത്തുന്നു, സംഖ്യ അപ്പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 4 മൈനസ് 30 അല്ല സോറി 4 മൈനസ് 30. ഓക്കെ, 4 മൈനസ് 30 തന്നെയാണ്. അപ്പോൾ നോക്കുക, മൈനസ് എക്സ് എത്ര വന്നത്? മൈനസ് 2x വന്നു, ഈസ് ഈക്വൽ ടു എത്ര? മൈനസ് 26. ഓക്കെ, അപ്പോൾ ഇത് എത്ര വരും? അപ്പോൾ നമുക്ക് എഴുതാം എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 26 ഡിവൈഡഡ് ബൈ മൈനസ് 2. അപ്പോൾ എത്ര വരിക? ആൻസർ 13. എക്സ് ഈസ് ഈക്വൽ ടു 13. അപ്പോൾ ഒരു സംഖ്യ 13. അപ്പോൾ എക്സ് എന്നുള്ളത് എന്താണ്? 13 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി 30 നിന്ന് 13 കുറച്ച് കഴിഞ്ഞാൽ മറ്റേ സംഖ്യ എത്ര വരും? 17 വരും. അപ്പോൾ ഒരു സംഖ്യ 13, മറ്റേ സംഖ്യ 17. ക്ലിയർ അല്ലേ? ഇനി അതുപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, 2/3 ഓഫ് എ നമ്പർ ഡിക്രീസ്ഡ് ബൈ 2 ഈക്വൽസ് 4. അപ്പോൾ ഒരു നമ്പറിൻ്റെ 2/3 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ അത് 4 തുല്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 2/3 ഒരു സംഖ്യയുടെ 2/3, അപ്പോൾ 2/3x. അതിൽ നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ ഡിക്രീസ്ഡ് ബൈ 2 അല്ലേ, 2 കുറച്ച് കഴിഞ്ഞാൽ ഉത്തരം എത്ര കിട്ടുക? ഈക്വലാണ് ഇതിന് 4 തുല്യമാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെങ്ങനെ എഴുതാം? 2x മൈനസ് അല്ലേ, ഇതിങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, ഇത് തമ്മിൽ ഗുണിക്കുക, അങ്ങനെയല്ലേ എഴുതാറ് നമ്മൾ. ഓക്കെ, അപ്പോൾ 2x മൈനസ് 3 ഇൻറ്റു 2 എത്ര വരാം? 6 ഡിവൈഡഡ് ബൈ 3. ഓക്കെ, ഇവിടെ ഗുണിക്കാൻ ഒന്നുമില്ല, അപ്പോൾ ഇൻറ്റു 3 തന്നെ, ഡിവൈഡ് ബൈ 3 തന്നെ വരാം, ഇസ് ഈക്വൽ ടു 4. ഇനി വീണ്ടും ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരും? 2x മൈനസ് 6 ഇത് അങ്ങോട്ട് പോകും അല്ലേ, ഈ ഡിവിഷൻ എന്നുള്ളത് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ആവും. അപ്പോൾ എത്ര വരിക? 2x മൈനസ് 6 ഇസ് ഈക്വൽ ടു 12. അപ്പോൾ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. 2x അവിടെ തന്നെ, എക്സിനെ നമ്മൾ അവിടെ നിർത്തി. മൈനസ് 6 എന്നുള്ളത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്തായി? പ്ലസ് 6 ആയി മാറി. അപ്പോൾ 2x ഈസ് ഈക്വൽ ടു 18. ഓക്കെ, ദെൻ അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 18 ഡിവൈഡഡ് ബൈ 2 ഉത്തരത്തിൽ വന്നു 9 വന്നു. ഓക്കെ, അപ്പോൾ എക്സ് എന്നുള്ളത് ഏതാണ്? എക്സ് എന്നുള്ളത് 9 ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ നമ്പർ കിട്ടി 9. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിലുള്ള രൂപത്തിലുള്ള ക്വസ്റ്റ്യനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ഒരു ഇക്വേഷൻ ആക്കി മാറ്റണം. ദ ഏജ് ഓഫ് ഹരി ആൻഡ് ഹനി ആർ ഇൻ ദി റേഷ്യോ ഓഫ് 4:5. അപ്പോൾ ഹരിയും ഹനിയും തമ്മിലുള്ള അവരുടെ ഏജിൻ്റെ റേഷ്യോ എന്നുള്ളത് 4:5 ആണ്. ദെൻ 8 years ഫ്രം നൗ, ഇപ്പോൾ 8 വർഷം, ഇവിടുന്ന് 8 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ റേഷ്യോ ഓഫ് ദെയർ ഏജ് വിൽ ബി 5:6. അപ്പോൾ അവരുടെ ഏജിൻ്റെ റേഷ്യോ എത്രയായിട്ട് മാറും? 5:6 ആയിട്ട് മാറും. കാൽക്കുലേറ്റ് ദ പ്രസൻറ്റ് ഏജ്, ഇപ്പോഴത്തെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഈ റേഷ്യോ വരുമ്പോൾ 4:5, അപ്പോൾ നമ്മളിങ്ങനെ എഴുതാം 4/5 എന്നല്ല എഴുതാറ്. ഓക്കെ, അപ്പോൾ ഹരിയുടെ ഏജ് 4ഉം ഹനിയുടെ ഏജ് 5ഉം ആണ്. 8 വർഷം കഴിഞ്ഞാൽ അപ്പോൾ ഇവരുടെ ഏജ് 4x 5x എന്ന് എടുത്തു. ഓക്കെ, 8 വർഷം കഴിഞ്ഞാൽ അപ്പോൾ പ്ലസ് 8 വർഷം കഴിയുമ്പോൾ 8 എന്ന് കൂടി ആഡ് ചെയ്യുക. 8 വർഷം കഴിയുമ്പോൾ അപ്പോൾ രണ്ടാളുടെ വയസ്സിൻ്റെ കൂടെ, ഒരാൾക്ക് മാത്രം 8 കൂടില്ലല്ലോ, വയസ്സ് കൂടുമ്പോൾ രണ്ടാൾക്കും കൂടും അല്ലേ. അപ്പോൾ 8 വയസ്സ് കൂടുമ്പോൾ അല്ലെങ്കിൽ 8 വർഷം കഴിഞ്ഞാൽ 8 വയസ്സ് കൂടും. അപ്പോൾ പ്ലസ് 8 രണ്ട് പേർക്കും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ റേഷ്യോ എത്രയായിട്ട് മാറും? 5:6 ആയിട്ട് മാറും. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇക്വേഷൻ കിട്ടി. ഇനി സോൾവ് ചെയ്തൂടെ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. എങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? 4x + 8
ഇൻറ്റു 6. ഓക്കെ, അപ്പോൾ 6 ഇൻറ്റു 4x പ്ലസ് 8 ദെൻ ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5x പ്ലസ് 8. ക്ലിയർ? അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം ബ്രാക്കറ്റ് ഒഴിവാക്കുന്നു. അപ്പോൾ 6 ഇൻറ്റു 4x, അപ്പോൾ എത്ര വരുന്നു, 24x പ്ലസ് 6 ഇൻറ്റു 8 എത്രയാണ്, 6 8 48 ഈസ് ഈക്വൽ ടു 5 ഇൻറ്റു 5x അല്ലേ, 5 ഇൻറ്റു 5x എത്ര, 25x 25x പ്ലസ് 5 ഇൻറ്റു 8 40. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നമ്മൾ അടുത്ത പേജിലേക്ക് എഴുതാം. ഇനി നമുക്ക് സോൾവ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 24x എക്സിനെല്ലാം ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഇവിടെ സമത്തിൻ്റെ അപ്പുറത്തുള്ള 25xനെ ഇങ്ങോട്ട് വരുമ്പോൾ -25x ആയിട്ട് മാറും. ഓക്കെ, ദെൻ ഇവിടെ 40 അവിടെ തന്നെ 40 പ്ലസ് അല്ല ഇവിടെ പ്ലസ് 48 എന്ത് ചെയ്യുന്നു, സമത്തിൻ്റെ അപ്പുറത്ത് പോകുമ്പോൾ എന്തായി -48 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, 24xൽ നിന്ന് 25x കുറച്ച് കഴിഞ്ഞാൽ അല്ലേ, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം, അങ്ങനെയല്ല പറഞ്ഞുള്ളത്. അപ്പോൾ ഇതിൻ്റെ വലുത് അതാ 25ൽ നിന്ന് 24 കുറച്ചിട്ട് 25ൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ 25 ചിഹ്നത്തിൻ്റെ ഏതാണ്, മൈനസ് ആണ്. അപ്പോൾ -x. ഓക്കെ, 25ൽ നിന്ന് 24x പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരൊറ്റ എക്സേ ഉള്ളൂ. അപ്പോൾ -x ഈസ് ഈക്വൽ ടു 40 - 48. അപ്പോൾ 40ൽ നിന്ന് 48 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 48 വലിയ സംഖ്യ. അപ്പോൾ അതിൽ നിന്ന് ചെറുത് കുറക്കുന്നു. അപ്പോൾ എന്നിട്ട് ഇതാണ് വലുതിൻ്റെ ചിഹ്നം ഇടുന്നു. അപ്പോൾ നമ്മളെന്ത് -8 ഇടുന്നു. ഓക്കെ, അപ്പോൾ x ഈസ് ഈക്വൽ ടു എത്ര വരും, ആൻസർ 8 വരും. ഈ മൈനസ് എന്ത് ചെയ്യും, ക്യാൻസൽ ആക്കും. ഓക്കെ, അപ്പോൾ x ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ കമൻ്റായിട്ട് ആൻസർ എഴുതാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ആൻസർ എഴുതി തരും. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ ആണ്. ഇനി സൈമൾട്ടേനിയസ് ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ 2 അൺനോൺ വേരിയബിൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കും. അപ്പോൾ ഏകദേശം ഈ ഒരു ടോപ്പിക്ക്, ഈ ലീനിയർ ഇക്വേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാം. Okay, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. വിൽ സീ നെക്സ്റ്റ് വീഡിയോ.